റാമോഹൻ അറിയിക്കണ്ടേ? സോറി, ഞാൻ പ്രസാദ് ചോദിച്ചതിൽ കാര്യമില്ലാതില്ല രേഖേ. എന്തൊക്കെയായാലും ഏട്ടനല്ലേ, അറിയിക്കേണ്ടതാണ്. ഇവര് സംസാരിക്കട്ടെ, നമുക്ക് അകത്തേക്ക് പോവാം. രേഖയുടെ റിയാക്ഷനിൽ കാര്യമുണ്ട്. ഏട്ടനാണെന്ന് പറയാമെന്നല്ലാതെ എന്നെങ്കിലും അയാൾ ഈ അനിയത്തി സ്നേഹിച്ചിട്ടുണ്ടോ? ശരിയാ. പ്രസാദ് മോളുടെ ഏട്ടനെ പറ്റി ചോദിച്ചത് മോക്ക് വിഷമായോ? എന്റെ ജീവിതത്തിൽ ഒരു നന്മ വരുമ്പോ ഏട്ടൻ കൂടി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഏട്ടൻ ചെയ്ത പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോ അപ്പോ ഈ വിവാഹം മോളുടെ ജീവിതത്തിലെ നന്മയാണെന്ന് കരുതുന്നുണ്ടല്ലോ. സമാധാനമായി. അതിലെന്താ ഇത്ര സംശയം? ഇത് എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്ത് നടക്കുന്ന കാര്യമല്ലേ? മോളോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അമ്മയ്ക്ക് അറിയില്ല. നന്ദിയോ? എന്നോടോ? എന്തിന്? ആഴത്തിലേക്ക് മുങ്ങി താന്നുകൊണ്ടിരുന്ന എന്റെ കുട്ടിയെ കൈ പിടിച്ചുയർത്തി ഇത്ര വരെ എത്തിച്ചില്ലേ? എന്റെ പഴയ പ്രസാദിനെ എനിക്ക് തിരിച്ചു തന്നില്ലേ? ഇപ്പോ അവന്റെ ഒപ്പം ജീവിക്കാന്ന് തീരുമാനിച്ചില്ലേ? ആ മനസ്സിന്, ആ കാരുണ്യത്തിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാ മതിയാവും മോളെ? ഇങ്ങനെയൊന്നും എന്നോട് പറയല്ലേ അമ്മേ. പ്രസാദല്ല, ഞാൻ ആഗ്രഹിച്ചത് ഈ ബന്ധം. അമ്മയ്ക്കത് അറിയാലോ. ഞാൻ അമേരിക്കയ്ക്ക് പോകാനുള്ള കാരണവും അമ്മയ്ക്ക് ഊഹിക്കാം. ഇപ്പോ പ്രസാദ് സമ്മതം മൂളിയപ്പോ നന്ദി പറയേണ്ടത് ഞാനല്ലേ? കടപ്പെട്ടവൾ ഞാനല്ലേ? അങ്ങനെയല്ല മോളെ. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ എന്റെ കുഞ്ഞിന്റെ മനസ്സറിഞ്ഞ് സങ്കടങ്ങൾ അറിഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു ഭാര്യ, അത് വേറൊരിടത്തും കിട്ടില്ല മോളെ. അതിനൊരൊറ്റയാൾ മാത്രമേ ഉള്ളൂ. ആ ആളെ തന്നെ ദൈവം എന്റെ മകന് വേണ്ടി കൊണ്ടു തന്നല്ലോ. മനസ്സ് നിറഞ്ഞു മോളെ. മിനി, എന്ത് കള്ളക്കഥയും കൊണ്ടാണ് ഇപ്പോ വന്നിരിക്കുന്നത്? മിനി, ഞാൻ ഒന്നും പറയണ്ട. അച്ഛനെവിടെ? എന്നാലും ഇങ്ങനൊരു ചതി വേണമായിരുന്നു ഏട്ടാ. ഇതിന് തക്കവണ്ണം എന്ത് ദ്രോഹം ഞങ്ങൾ ഏട്ടനോട് ചെയ്തത്? ഏതോ ഒരു അഴിഞ്ഞാട്ടക്കരിയെ ഭാര്യയാണെന്നും പറഞ്ഞ് ഈ വീട്ടിൽ കൊണ്ടുവരാൻ ഏട്ടൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? അതോ അച്ഛനോട് പക വീട്ടുകായിരുന്നോ? അച്ഛാ, കാര്യം അറിയാതെയാണ്. കാര്യമല്ല, അച്ഛൻ അറിഞ്ഞു അവൾ ആരാണെന്നും ആരുടെ കൂടെയാണ് ഇതുവരെ കഴിഞ്ഞതെന്നും എല്ലാം. ഡാനിയൽ ഇവിടെ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. അതുകൊണ്ട് ഞങ്ങള് സത്യം അറിഞ്ഞു. എന്തിനാ ഏട്ടാ അങ്ങനെ ഒരു ചീത്ത പെണ്ണിനെയും കൊണ്ട് ഇങ്ങനെ ഒളിച്ചു കിടക്കുന്നത്? മിനി, അവള് നിങ്ങൾ കരുതുന്ന പോലെ ചീത്തപ്പെണ്ണല്ല. ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയല്ല അവൾ. മഹാകവി ശങ്കർജിയുടെ മകളാ. ഞാനിത് വിശ്വസിക്കണമല്ലേ? വിശ്വസിക്കണം അച്ഛാ. ഞങ്ങൾ വിവാഹം കഴിച്ചാണെന്ന് പറഞ്ഞത് നുണയായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് അച്ഛനെ വഞ്ചിക്കാനായിട്ട് പറഞ്ഞല്ല, ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാ. വീട്ടിൽ നിന്ന് ഒരു വല്ലാത്ത സാഹചര്യത്തിൽ യമുനയ്ക്ക് പിണങ്ങി ഇറങ്ങേണ്ടി വന്നു. പക്ഷെ ചെന്നുപെട്ടത് ആ ഡാനിയലിന്റെ കയ്യിലായിരുന്നു. വൃത്തികെട്ട ലക്ഷ്യങ്ങൾ നേടാൻ ഡാനിയൽ അവളെ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാളും. ഞാൻ അവളെ അവിടുന്ന് രക്ഷിച്ചു. ഇല്ലെങ്കിൽ
അയാൾ അവളെ കൊന്നനെ. ഒരു അഭയമായിരുന്നു ഞങ്ങൾക്ക് ആവശ്യം. മറ്റേതൊരിടത്തേക്കാളും സുരക്ഷിതം ഇവിടെയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ കഥകളൊക്കെ പറഞ്ഞ അച്ഛൻ ഭയപ്പെടുമെന്നും യമുനെ ഇവിടെ താമസിപ്പിക്കില്ലെന്നും ഞാൻ കരുതി. അതുകൊണ്ടാ ഭാര്യയാണെന്നൊരു നുണ പറഞ്ഞത്. ആ തെറ്റിന് മാപ്പ് ചോദിക്കാനാ ഞാനിപ്പോ വന്നേ. പക്ഷേ തീക്കൊള്ളി കൊണ്ടാണല്ലോ മോനെ നീ തലചൊറിയുന്നത്. അയാളൊരു ഭയങ്കരനാ. നിങ്ങൾ എവിടെ വിളിച്ചാലും കണ്ടുപിടിക്കുമെന്ന് അയാൾ പറഞ്ഞു. നിന്നെ കിട്ടിയില്ലെങ്കിൽ ഇനിയും വരുവ അയാൾ. വരുന്നത് എന്തിനാണെന്നറിയോ? ഈ നിൽക്കുന്നതിന്റെ പെങ്ങളെ പിടിച്ചോണ്ട് പോവാൻ. സന്തോഷമായില്ലേ എന്റെ പൊന്നുമോന്? ഏതോ ഒരുത്തിയെ രക്ഷിക്കാൻ വേണ്ടി നീ ബലിയാടാക്കാൻ പോകുന്നത് സ്വന്തം കൂടപ്പിറപ്പിനെയാ. അതിലും ഭേദം ഇവളെ കൊന്നുകളയുന്നല്ലേ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും നിങ്ങളുടെ മേൽ ഒരു തരി മണ്ണ് പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല അച്ഛാ. ഒന്നും സംഭവിക്കില്ല മോളെ. ഏട്ടനാ പറയണേ. വീട്ടിൽ പോയിട്ട് എന്താ വിശേഷം? അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? രാമേട്ടൻ ഇവിടെ. രാമേട്ടൻ മല്ലിക ചേച്ചി അമ്പലത്തിൽ പോയി. വിശാൽ, എന്താ പ്രശ്നം? ഏയ്, ഒരു പ്രശ്നമില്ല. വിശാൽ, എന്നോട് വേണോ? വിശാലിന് എന്തോ ഒരു മാറ്റമുണ്ട്. പറയ്, എന്തുണ്ടായി? വിശാലിന്റെ ജോലിക്ക് എന്തെങ്കിലും? ജോലിയുടെ കാര്യമൊന്നും ഞാൻ അന്വേഷിച്ചില്ല. പത്ര ഓഫീസിൽ പോയതുമില്ല. പക്ഷേ വീട്ടിൽ പോയിട്ട് അച്ഛനെ കണ്ടു, മിനിക്കുട്ടിയെ കണ്ടു, തിരിച്ചു പോന്നു. അത്ര തന്നെ. വിശാൽ, യമുനെ അറിയിക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ. എനിക്കറിയണം, വീട്ടിലെന്താ ഉണ്ടായത്? നമ്മളെ ചേസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഡാനിയൽ എന്റെ വീട്ടിലും ചെന്നു. എന്നിട്ട് അച്ഛനോട് വളരെ മോശമായി പെരുമാറി. അടുത്ത വരവിന് ഞാൻ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ മിനിക്കുട്ടിയെ പിടിച്ചോണ്ട് പോത്രേ. ദൈവമേ, അയാൾ അങ്ങനൊരു ഭീഷണി പ്രയോഗിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ചിലപ്പോൾ അയാൾ അത് ചെയ്തേക്കാം. അയാളത് ചെയ്യും വിശാൽ. മൃഗമാണ് അയാൾ. വേണ്ട, ഈ ഒളിച്ചു താമസം മതിയാക്കാം. എന്നെയല്ലേ ആ നീചന് വേണ്ടത്. ഞാൻ അയാളുടെ മുന്നിൽ ചെന്ന് കീഴടങ്ങിക്കോളാം. എന്നെ കൊന്നോട്ടെ. വളരെ നന്നായിട്ടുണ്ട്. ഇതിനാണോ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നാട് വിട്ട് ഇവിടെ വന്നത്? എങ്കിൽ പിന്നെ ഈ സാഹസിക യാത്രകളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. എന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവർ ആപത്ത് ക്ഷണിച്ചു വരുത്താൻ പാടില്ല. അത്ര വിലപിടിച്ചതൊന്നുമല്ല യമുനയുടെ ജീവൻ. എന്റെ പേരില് ഒരു മരണം ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ സംഭവിച്ചുകൂടാ. അതുകൊണ്ടാ ഞാൻ അയാളുടെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞത്. എന്നാ പിന്നെ യമുനയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോയിക്കൂടെ? ആ വിഷയം എന്നോട് സംസാരിക്കരുതെന്ന് എത്ര പ്രാവശ്യം വിശാലിനോട് പറഞ്ഞു. ഈ അവസ്ഥയിലും യമുനയ്ക്ക് അച്ഛനോടും ചേച്ചിയോടുള്ള രോഷം കുറയുന്നില്ലല്ലോ. എനിക്ക് അച്ഛനും ചേച്ചിയും ഇല്ല, ബന്ധുക്കളില്ല. ഞാൻ ഒറ്റയ്ക്കാ. മുറിച്ചു മാറ്റിയതൊന്നും കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇല്ലാത്ത വീട്ടിലേക്ക് പിന്നെ ഞാൻ എന്തിനു തിരിച്ചു പോണം? വിശാലിന്റെ അച്ഛനും മിനിക്കുട്ടിക്കും ഞാൻ കാരണം ഒരു അപകടം ഉണ്ടാവരുത്. ആ മൃഗം ഇനി ഒരിക്കൽ കൂടി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരികയരുത്. വിശാൽ അയാളെ വിളിച്ചറിയിച്ചേക്കും ഞാൻ അങ്ങോട്ട് വരികയാണെന്ന്. അങ്ങനൊരു കീഴടങ്ങലിന് കൂട്ടു നിൽക്കാൻ ഈ വിശാലിനെ വേറെ നോക്കണം.
ഡാനിയലിന്റെ ഈ ലോ ക്ലാസ് ഗുണ്ടാ സ്റ്റൈലിലുള്ള ഭീഷണി ഉണ്ടല്ലോ, അത് അയാളെ പോക്കറ്റ് തന്നെ ഇരിക്കും. നമ്മളെ ഇവിടുന്ന് പുകച്ച പുറത്തേ അടിക്കാൻ അയാളല്ല, അയാളെ ഗ്രാൻഡ് ഫാദർ അല്ലേ വല്യപ്പച്ചൻ. അങ്ങനെ വിചാരിച്ചാലും നടക്കത്തില്ല. താൻ ധൈര്യമായിട്ടിരിക്കെ. വിശാൽ, ആപത്താണ്. ആ ആപത്ത് എനിക്ക് ഇഷ്ടമാണ്, വിശേഷം അത് തനിക്ക് വേണ്ടിയാവുമ്പോ. ചേച്ചിയുടെ ലീവ് തീർന്നു. നാളെ മുതൽ ജോലിക്ക് പോകണം. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാ ചേച്ചി പറയുന്നത്. പക്ഷേ അത് റിസ്ക്കാ. മറ്റു ജോലി പോലെയല്ല ബാങ്കിലെ ജോലി. ചേച്ചി ജോലിക്ക് പോയിക്കോട്ടെ. അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. കൃഷ്ണമാമൻ അറിയാലോ ഇവിടുത്തെ അവസ്ഥ. കുറച്ചു ദിവസം ജോലിക്ക് ചെന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അത് വേണ്ട മോനെ, എനിക്കിപ്പോൾ അസുഖം കൂടുതലൊന്നും ഇല്ലല്ലോ. ഒരു ഭാഗത്തല്ലേ തളർച്ചയുള്ളൂ. അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ട. ഞാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛനെ ഒന്നും പറയണ്ട. ആരോ വന്നു തോന്നുന്നു. ഞാൻ പോരാം. ഞങ്ങൾ മനസ്സിലായോ? ഞാൻ ദിലീപിൻ്റെ മൂത്ത ഇളയൻ സുകുമാരൻ. ഇത് അമ്മ. മനസ്സിലായി. അച്ഛനെവിടെ? കിടപ്പാ, വരൂ. അച്ഛാ, ആരാ വന്നിരിക്കണേന്ന് നോക്കൂ. ഇത് ആരൊക്കെയാ? വിവരങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. ഇരിക്കു. എടാ, ഒരു കസേര കൂടെ എടുക്കടാ. ഓ വേണ്ട വേണ്ട, ഞാൻ ദേ ഇവിടെ ഇരുന്നോളാം. കുറച്ചുകൂടി നേരത്തെ വരണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞങ്ങൾ. അതിനിടയിൽ സാർ ആശുപത്രിയിലായി എന്നറിഞ്ഞത്. ദിലീപിനെ വിവരം അറിയിക്കാനായി 1-2 വട്ടം സുമിത്ര ഫോൺ ചെയ്തിരുന്നു. പക്ഷെ ദിലീപിനെ കിട്ടിയില്ല. അമ്മ എപ്പോ എത്തി? എത്തിയതേ ഉള്ളൂ. ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായ ഒന്നും വേണ്ട. ഈ നേരത്താരാ ചായ കുടിക്കുന്നത്? എന്നാ തണുത്തതെന്തെങ്കിലും? ഒന്നും വേണ്ട. ഇപ്പോഴെങ്ങനെയുണ്ട് സാറിന്? കണ്ടില്ലേ, ഇത് തന്നെ. ഈ ഭാഗം മുഴുവനും സ്വാധീനം ഇല്ലാതായി. ഇനി ഇത് തിരിച്ചു കിട്ടാനും സാധ്യതയില്ല. അങ്ങനെയൊന്നുമില്ല. ഫിസിയോതെറാപ്പി കൊണ്ട് ഭേദാവും. ഫിസിയോതെറാപ്പി, അങ്ങനെ ഒരു പ്രതീക്ഷ കൊള്ളാം. പിന്നെ ദിലീപിന്റെ വിശേഷം എന്താ? എന്താ, എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. തോന്നിയത് ശരിയാ. ഒരു പ്രധാന സംഗതി പറയാനുണ്ട്. അതിനാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതും. ഒരിക്കൽ ഞാൻ സാറിനോട് ചിലതൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നല്ലോ, ഓർമ്മയുണ്ടാകും. സുമിത്രയും ആ പഴയ പാർട്ടിയും കൂടി പബ്ലിക് റോഡിൽ സംസാരിച്ചതും ഞാൻ ഇടപെട്ടതും സുമിത്ര എന്നെ കയറി ഇൻസൾട്ട് ചെയ്തതും ഓർമ്മയുണ്ടാകുമല്ലോ. ആ, എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല. ഞാനത് അമ്മയോട് പറഞ്ഞു. സ്വന്തം മോൻ്റെ ഭാവിയുടെ കാര്യമല്ലേ. ഇതൊക്കെ കേട്ട ഏതൊരമ്മയ്ക്കും ഉള്ളിലൊരു പരിഭ്രമം ഉണ്ടാവുമല്ലോ. അമ്മ അതുകൊണ്ട് കാര്യം അത്രയും ദിലീപിനെ അറിയിച്ചു.
സാറിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാവുന്ന കാര്യമല്ല. പക്ഷേ പറയാതിരുന്നിട്ട് കാര്യമില്ല. ചുമ്മാ പ്രതീക്ഷ തന്നിട്ട് വിശേഷമില്ലല്ലോ. എന്താ എന്താ പ്രശ്നം? പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ദിലീപിന് ഈ കല്യാണത്തിന് താല്പര്യമില്ല. ഉള്ള കാര്യമാ. അവൻ തന്നെ വിളിച്ച് അമ്മയോട് പറഞ്ഞതാ. സംശയം ഉണ്ടെങ്കിൽ ദേ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് ചോദിക്കാമല്ലോ. ചേട്ടൻ എന്താ ഈ പറയുന്നത്? നമ്മളെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതല്ലേ? മോതിരം മാറ്റം വരെ കഴിഞ്ഞല്ലേ? എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നു പറഞ്ഞ് അതെങ്ങനെ ശരിയാവാ? ആ, മോതിരം മാറ്റമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ദേ ഈ സുമിത്രയ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചത് ഇല്ലേ? ചോദിച്ചില്ലേ? എന്താ ചോദ്യത്തിന്റെ അർത്ഥം? കെട്ടാൻ പോകുന്നവന്റെ സ്വന്തം അളിയനോടാ ചോദിച്ചത്. ചോദിച്ചില്ലേ? ചോദിച്ചു. ആ ചോദിച്ചതിൽ ഇപ്പോഴും ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. സുമിത്ര, അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? പഴയ ഭർത്താവിനോട് ഞങ്ങളുടെ പഴയ ജീവിതത്തെ പറ്റിയല്ല ഞാൻ സംസാരിച്ചത്. കോടതി കാര്യമാണ്, കൗൺസിലിങ്ങിനെ പറ്റിയാണ്. അത് തെറ്റാണെന്നോ അനാവശ്യമാണെന്നോ എനിക്ക് തോന്നിയില്ല. സാറ് കേട്ടല്ലോ. ഇനി ഞാൻ പ്രത്യേകിച്ച് ഒന്നും വിസ്തരിക്കണ്ടല്ലോ. എന്റെ അളിയനിട്ട മോതിരം വിരലിൽ കിടക്കുമ്പോഴാ വേറൊരുത്തരോട് പബ്ലിക് റോഡിൽ നിന്നുകൊണ്ട് കുറെ തവണ ആയല്ലോ നിങ്ങൾ ഈ മോതിരത്തിന്റെ ചരിത്രം പറയുന്നു. എന്റെ വിരൽ ഇത് കിടക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ ഈ പറച്ചില്? എടുത്തോ, കൊണ്ടുപോയിക്കോ നിങ്ങളുടെ മോതിരം. ചേച്ചി, അതെ, ഞാൻ തന്നെ. ആർക്കും ഞാൻ എന്നെ അടിയറ വെച്ചിട്ടില്ല. ഒരു മോതിരം ഇട്ടതുകൊണ്ട് പെണ്ണ് അടിമയാവില്ല. അവളുടെ കൈയും കാലും കെട്ടിയിടാനും ആവില്ല. അടിസ്ഥാനമില്ലാത്ത സംശയത്തിന്റെ പേരിൽ കുടുംബജീവിതം ഇല്ലാതായവളാ ഞാൻ. അന്ന് മഹാമനസ്കതയോടെ എന്നോട് സഹതപിച്ചവർ ഇപ്പൊ സത്യം അറിയാതെ 1000 കിലോമീറ്റർ അകലെ ഇരുന്ന് കേട്ടൊരു ഫോൺ കോളിന്റെ പേരിൽ എന്നെ സംശയിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ സംശയിക്കുന്ന ഒരു മനസ്സിനോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഒരേ സ്വഭാവമുള്ള 2 ജീവിതങ്ങൾ എനിക്ക് ആവശ്യമില്ല. പ്രസാദ് തന്നെയാണ് ദിലീപെങ്കിൽ പിന്നെ എന്തിനാച്ചാ എനിക്ക് രണ്ടാമതൊരു ദാമ്പത്യം? പഴയതിന്റെ ഓർമ്മകൾ മാത്രം പോരെ? ഇനിയും പരീക്ഷണമായി അച്ഛ, മതിയായി. അമ്മ ഇനി ഫോൺ ചെയ്യുമ്പോ മകനോട് പറഞ്ഞേക്കൂ, രണ്ടാമതൊരു പരീക്ഷണത്തിൽ നിന്നും സുമിത്ര രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന്. തൃപ്തിയായില്ലേ? സന്തോഷായില്ലേ? അച്ഛന്റെ ആഗ്രഹത്തിന് വഴങ്ങിയിരിക്കുന്നു വലിയ വാചകം പറഞ്ഞിട്ട് ഒടുവിൽ അച്ഛന്റെ ഹൃദയം തന്നെ തകർത്തിരിക്കുന്നു. സ്നേഹസമ്പന്നയായ മകൾ. അച്ഛന്റെ ഹൃദയം ഞാൻ തകർത്തിട്ടില്ല. പക്ഷെ എന്റെ ഹൃദയം തകർന്നത് ആരെങ്കിലും കണ്ടിരുന്നോ? അച്ഛനോ നീയോ ആരെങ്കിലും? ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, എനിക്കുണ്ടൊരു മനസ്സ്. ആരും അത് കണ്ടില്ല. അത് കണ്ടതുകൊണ്ടല്ലേ ഞങ്ങൾ. സംശയത്തിന്റെ ഒരു 2ാം ഭാഗം അല്ലേ? സാരമില്ല ബാബു, അതൊഴിഞ്ഞു പൊയ്ക്കോട്ടെ. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടല്ലേ? എനിക്ക് സന്തോഷമില്ല, സങ്കടവുമില്ല. സങ്കടമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ സന്തോഷമുണ്ട്. ഈ മനസ്സ് നിറയെ സന്തോഷം മാത്രമാണ്. ഒരു പാവ മനുഷ്യനെ ഒഴിച്ചുവിട്ടല്ല സന്തോഷം. പഴയവനെ വീണ്ടും തിരിച്ചു വിളിക്കാൻ ചാൻസ് കിട്ടിയല്ല സന്തോഷം. എങ്കിൽ പിന്നെ എന്തിനീ നാടകം കളിച്ചു? മറ്റുള്ളവരെ കോമാളി വേഷം കെട്ടിച്ചു. അച്ഛന് വേണ്ടിയായിരുന്നു മറുപടി. അച്ഛന് വേണ്ടി, എല്ലാം അച്ഛന് വേണ്ടി. അതേടാ, അച്ഛന് വേണ്ടി തന്നെയായിരുന്നു. അച്ഛൻ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കാൻ വേണ്ടി, അച്ഛന്റെ ദീർഘായുസിന് വേണ്ടി. ആ, ഇങ്ങനെയായ ദീർഘായുസ് ഉണ്ടാവും തീർച്ചയായും. നീ വെറുതെ കാര്യം അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത്. നീ അറിയുന്നതിനും അപ്പുറത്താണ് ജീവിതം. പുരുഷന് മാത്രമല്ല ആത്മാഭിമാനം, സ്ത്രീക്കും ഉണ്ട്.
അതിനെ മുറിവേൽപ്പിച്ചോളൂ. പക്ഷെ ചവിട്ടി അരയ്ക്കരുത്. ഇത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമൊന്നുമല്ല, ചേച്ചിയുടെ തെറ്റിന്റെ പ്രശ്നമാണ്. ചേച്ചി തെറ്റ് ചെയ്തു. പ്രസാദനോട് സംസാരിച്ചതാണോ ചേച്ചി ചെയ്ത തെറ്റ്? മഹാ അപരാധം. ഒരു പുരുഷനോട് പൊതുവഴി വെച്ചൊന്ന് വർത്താനം പറഞ്ഞു പോയാൽ തകർന്നു പോകുന്നതല്ല എന്റെ സദാചാരം. ആ സദാചാരത്തിൽ എനിക്ക് വിശ്വാസമില്ല. എങ്കിൽ പിന്നെ എന്തിനു താമസിക്കുന്നു? ഈ ഹിപ്പോക്രസി അവസാനിപ്പിച്ചേക്ക്. എല്ലാവരും കേക്ക് വിളിച്ചു പറയേ നാടകങ്ങളി തീർന്നു, പ്രസാദന്റെ കൂടെ ജീവിക്കാൻ ദാഹിക്കുന്നു. പോയി വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ ആ ഭ്രാന്തനെ. ഇപ്പൊ മനസ്സിലായി ചേച്ചി, എല്ലാം മനസ്സിലായി. ആർക്കാണ് തെറ്റുപറ്റിയെന്ന് വ്യക്തമായി. താരയും കൂട്ടി വീട്ടിലേക്ക് വരണമെന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേ തിരക്ക് കാരണം പറ്റുന്നില്ല. ശങ്കർജി സാറിന് ഇപ്പം എങ്ങനെയുണ്ട്? ഫിസിയോതെറാപ്പി നടക്കുന്നു. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അച്ഛൻ പക്ഷേ നേരെ വിപരീതമാണ്. സാറിന് ആത്മവിശ്വാസം കൊടുക്കണം. പിന്നെ പ്രേമേട്ടനോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ ബാബു? ദിലീപേട്ടൻ്റെ അമ്മയും അളിയനും ഇന്ന് വീട്ടിൽ വന്നിരുന്നു. അവർക്ക് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു. പ്രേമേട്ടന് ഇക്കാര്യം നേരത്തെ അറിയാമായിരുന്നോ? ഉവ്, ദിലീപനോട് സൂചിപ്പിച്ചിരുന്നു. ശങ്കർജി സാറിന് സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ മനഃപൂർവ്വം ഞാൻ പറയായിരുന്ന സുമിത്രയ്ക്ക് അവനോട് താല്പര്യമില്ലെന്ന് അവന് ബോധ്യമായത്രേ. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് പ്രേമേട്ട. അങ്ങനെ ഞാൻ അവനോട് സംസാരിച്ച് നോക്കി, ആർഗ്യൂ ചെയ്ത് നോക്കി. പക്ഷെ അവൻ്റെ ധാരണ വളരെ സ്ട്രോങ് ആയിരുന്നു. ഉറച്ച തീരുമാനം എടുത്ത മാതിരിയായിരുന്നു അവൻ്റെ മറുപടി. പിന്നെ വാദിച്ചിട്ട് പ്രയോജനമില്ലെന്ന് എനിക്ക് തോന്നി. ദിലീപേട്ടനുമായി ഫോണിൽ ബന്ധപ്പെടാൻ നോക്കിയതാണ്. പക്ഷെ കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ, നേരിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ തെറ്റിദ്ധാരണ നീങ്ങിയേനെ. പക്ഷേ ദിലീപിൻ്റെ കാഴ്ചപ്പാടിൽ തെറ്റിനേക്കാൾ കൂടുതൽ ശരിയാണുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. സുമിത്രയും ദിലീപിനെയും രണ്ടുപേരെയും അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദിലീപ് സുമിത്രയെ സ്നേഹിച്ച മാതിരി സുമിത്ര തിരിച്ച് സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ദിലീപിനോട് സുമിത്ര തുറന്നു പറഞ്ഞിരുന്നില്ല. സ്നേഹം മാത്രമല്ല, ഒന്നും. അതായിരുന്നു അവൻ്റെ എപ്പോഴത്തെയും പരാതി. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ആദ്യമേ പറയാമായിരുന്നു, പറഞ്ഞില്ല. ദിലീപാകട്ടെ ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെ ഒരുപാട് ദൂരം പോവുകയും ചെയ്തു, ഒരു വിട്ടിയെപ്പോലെ. ഒടുവിൽ വന്നതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. സുമിത്രയ്ക്ക് അത് ഒഴിവാക്കാമായിരുന്നു. പ്രേമേട്ടനൊന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ... ഇല്ല ബാബു, ഇനി അങ്ങനെ ഒരു ശ്രമം ഒഴിവാക്കാണ് നല്ലത്. കാരണം ദിലീപ് അവൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഡാനിയൽ ഉണ്ടോ? ഉണ്ട് സാർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എനി ന്യൂസ്? സർ, അവൻ്റെ മൊബൈൽ നമ്പർ വെച്ച് ഒരു അന്വേഷണം നടത്തി. അത് ഏറ്റു. കക്ഷികൾ തിരുനെൽവേലിയിലുണ്ട്. ഞാൻ ഊഹിച്ചിരുന്നു അവൻ അവളെയും കൊണ്ട് കേരളം വിടുമെന്ന്.
തിരുനെൽവേലി അല്ലേ? അതെ, ഞങ്ങൾ ഉടനെ അങ്ങോട്ട് തിരിക്കുകയാണ്. വേണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. ഹ, ദിവസം ഇത്രയും കഴിഞ്ഞിട്ടും ആകെ കിട്ടിയ ഇൻഫർമേഷൻ ഇതാണല്ലോ. തിരുനെൽവേലിയിലുണ്ട്. മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അല്ല സാർ, വിത്തിൻ 24 hours. എനിക്ക് വെറും 12 hours മതി ഇൻസ്പെക്ടർ. എന്തായാലും ഇത്രയും സഹായിച്ചല്ലോ, നന്ദി. എന്ത് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിലും ഐ ആം റെഡി. ഒന്ന് ഫോൺ ചെയ്താൽ മതി. ഐ വിൽ ബി അറ്റ് യുവർ ഡിസ്പോസൽ. ഓക്കെ, പറ്റേ സാർ. ആയിക്കോട്ടെ. തിരുനെൽവേലിയില് അവരെവിടെ ഉണ്ടാവുമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും സാർ? അത് വളരെ ഈസി അല്ലേ സരസു? അവിടെയുള്ള നമ്മുടെ ശത്രുക്കളുടെ ലിസ്റ്റ് എടുത്താ പോരെ? ഫ്രെഡി സാർ, അവർ തിരുനെൽവേലിക്ക് കടക്കണമെങ്കിൽ അവിടെ അവർക്കൊരു അത്താണി ഉണ്ടാവുമല്ലോ, ഇല്ലേ? ആരായിരിക്കും അത്? തിരുനെൽവേലിയിൽ നമ്മുടെ രാമൻ. കറക്റ്റ്. എന്റെ ചോറ് തിന്നിട്ട് എന്നെ കാലുവാരിയവനല്ലേ അവൻ. അവന്റെ അടുത്തേക്ക് ആ റാസ്കൽ പോവും. നല്ലത്. ഇപ്പോ കാര്യങ്ങൾ വളരെ എളുപ്പമായി. എങ്കിൽ പിന്നെ സമയം കളയണ്ട സാർ. യെസ്, കളയാൻ ഇനി സമയം ഒട്ടുമില്ല. അവരെ സംരക്ഷിച്ചിരിക്കുന്നത് രാമനാണെങ്കിൽ അന്നമ്മയ്ക്കും പുന്നൂസിനും ഒരു പിൻഗാമി കൂടി ഉണ്ടാവുന്നു. അല്ലേ ഫ്രെഡി? വണ്ടിയെടുക്ക വേഗം.